ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിതേ കാട്ടിലോട്ട് പോവുക കേട്ടോ. ശബരിമല വനത്തിനുള്ളിൽ തുണി അലക്കാനായിട്ടുള്ള പോക്കാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന കണ്ടോ, അത് മൈക്കൊക്കെ വെച്ച് സംസാരിക്കുകയെന്ന് കരുതി കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മൈക്ക് കാണാനില്ലെന്നും പറഞ്ഞ് ഞാൻ തിരിഞ്ഞോടി വീട്ടിൽ പോയി മൈക്ക് എടുത്തുകൊണ്ട് വന്നു. ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദന്തപാല കേട്ടോ. നമ്മുടെ മുടിയൊക്കെ വളരാനായിട്ട് എല്ലാവരും എണ്ണ കാച്ചുന്ന ആ ഇലയില്ലേ, അതിൻ്റെ പൂവാണേ, നിറച്ച് പൂത്ത് നിൽക്കുകയായിരുന്നു. നല്ല ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ദേണ്ടേ പോകുന്ന വഴിക്കാണ് കൊക്കോ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായി നിൽപ്പുണ്ട്. കൊക്കോത്തോട്ടത്തിൻ്റെ അകത്തൂടാണ്. പിന്നെ റബ്ബർ തോട്ടവും അതൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ കാടിൻ്റെ അകത്തോട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ ഇട്ടിരുന്ന കാടിൻ്റെ വീഡിയോയ്ക്കകത്തെല്ലാം നമ്മൾ ഈ വഴി കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പുതിയതായിട്ട് വന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പോക്കോ. നല്ല നല്ല വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൻ്റെ അകത്തൂടെ കാണിക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ കാട്ടിലോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. അതിന് മുന്നായിട്ട് ഒരു പൊട്ടക്കിണറുണ്ട്, ആരും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അത് പണ്ടൊക്കെ യൂസ് ചെയ്യായിരുന്നു, ഇപ്പോൾ ഒന്നും ആരും വെള്ളമൊന്നും എടുക്കുകയോ ഒന്നുമില്ല. പിന്നെ നമ്മൾ കാട്ടിലോട്ട് പ്രവേശിക്കാൻ പോവുക. ഇത് സോളാർ കമ്പിയാണ് കേട്ടോ. നമ്മുടെ ആന, പന്നികളും അങ്ങനെയൊക്കെ ഉള്ള വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊക്കെ പൊളിച്ച് ആനയൊക്കെ അകത്ത് കയറുന്നുണ്ട് കേട്ടോ. എല്ലാം പോയി. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ആ കാടെല്ലാം കത്തി കിടക്കുകയാണ് കേട്ടോ. എങ്ങനെയോ തീയൊക്കെ പിടിച്ചത് എല്ലാം കത്തിപ്പോയി. ഇനി എല്ലാം പയ്യനെ മുട്ടിട്ട് വരുന്നുണ്ട് കണ്ടോ. എല്ലാം കാടായി വരണം. ഇപ്പം ഇവിടെ നിന്ന് അങ്ങ് അകലെയുള്ള കാഴ്ചകൾ വരെ ഇപ്പം നമുക്ക് കാണാം. അതുപോലെ തീ കയറിപ്പോയി. മൂത്ത 2 പിള്ളേരെയും കൊണ്ടാണ് വന്നത് കേട്ടോ. ഇളയതുങ്ങൾ 2നെയും വീട്ടിലാക്കിയിട്ടാണ് വന്നത്. ഇത് പിന്നെ കണ്ടോ, ഒരു വലിയ മരം കത്തിക്കരിഞ്ഞ് ഫുള്ള് പോയത്. ആ ഒരു പാടാണ് ഈ കാണുന്നത് കേട്ടോ. മഴ പെയ്തുള്ള ചാരവും കൂടി പോയി. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ, ഒരു അവശിഷ്ടം ഇല്ലാതെ കിടപ്പുണ്ട്. ആ പാട് മാത്രമുണ്ട്, മരം നിന്ന പാടും കത്തിയ പാടും മാത്രം. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് നോക്കാറുള്ള സംഭവമാണ്. ഒരു മരമാണ് പണ്ട് ഞാൻ കാണിച്ചു തന്നിട്ടുള്ള. ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്നറിയോ, ആ മരത്തിൻ്റെ അകത്ത് കൊട്ടി നോക്കിയതാണ് കേട്ടോ. ചുമ്മാ കല്ലിട്ട് കൊട്ടി നോക്കിയത്. അതൊരു രസമാണേ. ചുമ്മാ വവ്വാലൊക്കെ അതിൻ്റെ അകത്ത് ഉള്ളതാണ് കേട്ടോ. കുറേ കൊട്ടി കഴിയുമ്പോൾ എല്ലാവരും പറന്നു. അങ്ങനെ നമ്മൾ കുളത്തിൻ്റെ അകത്തെത്തി. കുളത്തിൻ്റെ അകത്ത് വെള്ളമൊക്കെ കുറവാണ്. ഒരു മഴ പെയ്തുകൊണ്ട് കുറച്ച് വെള്ളം കിടപ്പുണ്ട്. അങ്ങനെ ഈ വെള്ളത്തിൽ തുണി അലക്കാനായിട്ടാണ് നമ്മൾ വന്നത്. മഴക്കാലം ആകുമ്പോൾ ഈ കുളം കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഇത് നിറഞ്ഞൊഴുകുന്ന ഒന്ന് കാഴ്ച നിങ്ങൾ മനസ്സിലോർത്തേ. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു നിരീക്ഷണമുണ്ട് കേട്ടോ. ഫുള്ളൊന്ന് ഓടിച്ചു നോക്കും. കാടല്ലേ. പിന്നെ ചക്കയും മാങ്ങയൊക്കെ ആയിട്ടാണ് വന്നത്. ഇവിടെ ഈ കല്ലേൽ ഇങ്ങനെ ഇരുന്ന് ഒരു തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തുണി അലക്കാനായിട്ട് പോകുന്നത്. കുരുവൊക്കെ വിടുന്നത് ചക്ക ഉണ്ടാകട്ടെ. ഈ ചക്ക അല്ലാണോ? നല്ല വരിക്കച്ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാട്ടിൻ്റെ അകത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ കഴിപ്പൊക്കെ കഴിഞ്ഞ് തുണി അലക്കാനായിട്ട് പോവുകയാണ്. എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലണമെന്നും പറഞ്ഞാണ് വിട്ടത്. അപ്പോൾ ചക്കയും മാങ്ങയൊക്കെ തിന്ന് കുറേ സമയം പോയി. പിന്നെ നമ്മുടെ പ്രകൃതി തന്നെ ഒരുക്കിയിട്ട് അലക്കുകല്ലൊക്കെ കണ്ടോ നിങ്ങൾ. മഴക്കാലം ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇത്രയും നീളമുള്ളൂ എനിക്ക് ഫ്രണ്ട്സ്. ഒരു കിടിമി ഞാൻ ചൂണ്ടെടുക്കാൻ പുതിയ ടേസ്റ്റ് ഉള്ളതാ. ഇതാണ് എന്റെ ചൂണ്ട. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരമൊക്കെ വന്നെങ്കിൽ നല്ല സൗണ്ട്, പക്ഷികളുടെ സൗണ്ടൊക്കെ കേൾക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അലക്കും കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. ഇനി മഴയൊന്നും കിട്ടിയില്ലെങ്കിൽ ഈ കുളമൊക്കെ തേവും കേട്ടോ. തേവിയെടുത്ത് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം എല്ലാവരും കുടിക്കാനൊക്കെ വീടുകളിലേക്ക് കൊണ്ടുപോകും. അതുപോലെ വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു ഏരിയയാണ് ഞങ്ങളുടെ ഭാഗമൊക്കെ കേട്ടോ. പിന്നെ ഇത് ഇരുപൂളെന്ന് പറയുന്ന മരം കേട്ടോ. നമ്മൾ അടുപ്പിലൊക്കെ വിറകിനായിട്ട് യൂസ് ചെയ്യുന്ന ഇതിൻ്റെ. പിന്നെ അതൊക്കെ തന്നെ വേറൊരു ചെടിയുടെ വളർന്നു പോയിട്ടുണ്ട്. ഒരു അമ്മ പറ്റ ഇരട്ടകളെ പോലെ ഉണ്ടല്ലേ. അപ്പോൾ അവരങ്ങനെ കഴിയട്ടെ. അങ്ങനെ കാടൊക്കെ കടന്നു. വീട്ടിൽ വന്ന് വല്യമ്മ എൻ്റെ ക്യാമറയിലോട്ട് നോക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീടിൻ്റെ അടുത്ത് തന്നെ 2 ഓലിയൊക്കെ ഉണ്ട്. ഇതിന് ഓലി എന്നാണ്
ഇതിന് ഒലി എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇതാണ് ആ വൈറ്റ് കളറിൽ കണ്ടതാണ് നമ്മുടെ തവളമുട്ടയാണ് കേട്ടോ. തവള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഒരു ഏകദേശം 7 മണിയൊക്കെ ആകാറായി കേട്ടോ. ഞങ്ങൾ ലൈറ്റൊക്കെ പിടിച്ചുകൊണ്ട് എങ്ങോട്ടാണെന്നറിയോ? വീടിൻ്റെ തൊട്ട് താഴെ ഒരു പ്ലാവ് നിൽപ്പുണ്ട്. അതിൽ ചക്ക പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നീ ചെയ്യുന്നത് ചക്ക വിളഞ്ഞാന്നറിയാം, എന്നാലും ഒരു സംശയത്തിൻ്റെ പുറത്തൊന്ന് കിള്ളി നോക്കുകയാണ് ഞങ്ങൾ കേട്ടോ. എൻ്റെ അകത്തുനിന്ന് ഞങ്ങളിന്ന് ചക്ക എടുക്കും. ഇതായി എടുത്തു. അതിൻ്റെ അകത്തുനിന്ന് ചക്കയൊക്കെ ഞങ്ങൾ തിന്ന് നോക്കിയിട്ടാണ് ചക്ക പറിച്ചുകൊണ്ട് പോകുന്നത്. പറഞ്ഞാ വെട്ട എന്നാ വെട്ട വളഞ്ഞാന്ന് തോന്നുന്നു. വളഞ്ഞ എടുത്തോ. വളഞ്ഞല്ലേലും നമുക്കിന്ന് പറിച്ചേക്കാം. അപ്പോൾ ഈ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല വെയിറ്റ് ഉള്ളൊരു ചക്കയാണ്. പിന്നെ ഇത് അവിടെ നിൽക്കാനും അസൗകര്യമുണ്ട്. പിന്നെ ഒരു തരത്തിൽ നമ്മൾ ചക്കയൊക്കെ പറിച്ചു. പിന്നെ ഒരു കുഞ്ഞൻ ചക്കയൊക്കെ ഉണ്ടായി കിടക്കുന്ന കണ്ടോ. പിന്നെ അതൊക്കെ ചക്കയൊക്കെ റെഡിയാക്കി ഒരു മീൻകറിയൊക്കെ വെച്ചു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.